വിവാദ പ്രസ്താവനയിൽ ആർ.എം.പി നേതാവ് ഹരിഹരനെ ഇന്ന് ചോദ്യം ചെയ്യും. വടകര പോലീസ് ഇൻസ്പെക്ടറിന് മുന്നിൽ ഹാജരാകാൻ നോട്ടീസ് നൽകി സ്ത്രീത്വത്തെ അപമാനിക്കൽ, കലാപമുണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയായിരുന്നു ഹരിഹരനെതിരെ കേസെടുത്തത്. വിശദാംശങ്ങളുമായി മേഘ്ന ചേരുന്നു. മേഘ്ന, വടകരയിലെ വിവാദ പ്രസ്താവനയിലാണ് ഇപ്പോൾ ഹരിഹരനെ ചോദ്യം ചെയ്യുന്നത്. എപ്പോഴാണ് ചോദ്യം ചെയ്യലുണ്ടാവുക? വിശദാംശങ്ങൾ. വൃന്ദ, കഴിഞ്ഞ തവണ വടകരയിൽ നടത്തിയിരുന്ന UDF-ഉം RMPയും കോൺഗ്രസും ഒന്നിച്ച് നടത്തിയ ഒരു വർഗീയതയ്ക്കെതിരെയുള്ള ജനകീയ ക്യാമ്പയിൻ, അതിനിടയിലാണ് RMP കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള KS ഹരിഹരൻ ഒരു വിവാദ പ്രസ്താവന നടത്തുന്നത്. അതായത് ശൈലജ ടീച്ചർക്കെതിരെയും LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ശൈലജ ടീച്ചർക്കെതിരെയും മഞ്ജു വാര്യർക്കെതിരെയുമായിരുന്നു ഒരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നത്. അതിനുശേഷം അത് വലിയ തരത്തിൽ വിവാദമാവുകയും CPM അടക്കം DYFI അടക്കമുള്ള സംഘടനകൾ ഇത് രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ശേഷമാണ് ഇത് ഒരു ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഹരിഹരൻ രംഗത്ത് വരികയും ചെയ്തത്. പക്ഷേ അതിലൊരു നിയമപരമായി മുന്നോട്ട് പോവുകയാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ ചെയ്തത്. അതിലാണ് ഇപ്പോൾ ഹരിഹരന് ഒരു നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് വടകര പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇന്ന് ചോദ്യം ചെയ്യലിന് KS ഹരിഹരൻ ഹാജരാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം സ്ത്രീത്വത്തെ അപമാനിക്കൽ അല്ലെങ്കിൽ കലാപാഹ്വാനം എന്നീ വകുപ്പുകൾ ചേർത്താണ് ഹരിഹരനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇന്ന് 10 മണിയോടുകൂടി തന്നെ KS ഹരിഹരൻ വടകര പോലീസ് സ്റ്റേഷനിൽ ഈ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകും. വ്യക്തമാണ്.